ഹലോ ഫ്രണ്ട്സ്. സോ മോളാ പറഞ്ഞു എല്ലാവരും ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നതാണ്. അവർക്ക് ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ ഇഷ്ടമാണ്. എല്ലാവരും ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇന്നൊരു കേർഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് സാറ്റർഡേ ആയിട്ട് ഓഫാണ്. സോ കേർഡ് റൈസ് ഉണ്ടാക്കി പരിചയമില്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്നൊരു ആഗ്രഹം ഇതുകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് കേർഡ് റൈസ് ഉണ്ടാക്കാം. വീഡിയോയിലോട്ട് ഓക്കെ. സോ കേർഡ് റൈസ് ഉണ്ടാക്കാൻ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റൈസ് ആണ് ഇടുന്നത്. ഒരു ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാൽ മിക്സ് ചെയ്തിട്ടാണ് വേവിക്കുക. അപ്പം വേവിക്കാനായിട്ട് ഞാൻ റൈസ് എടുക്കട്ടെ. പച്ചരിയാണ് എടുക്കേണ്ടത്, അതും കൂടെ ശ്രദ്ധിക്കണം. കേർഡ് റൈസ് നമ്മൾ പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഹസ്ബൻഡ് ഇവിടെ ബിസിനസ്സാണ് ഇവിടെ നിൽക്കുന്നത്. കൊച്ചിയിലൊരു ഫ്ലാറ്റാണ്, നല്ല വ്യൂ ആണ്. നന്മ എന്ന് പറഞ്ഞ ഫ്ലാറ്റാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വലിയ ഹബും മെട്രോ പോകുന്നതും പിന്നെ ഷിപ്പ് പോകുന്നതും ബോട്ട് പോകുന്നതെല്ലാം കാണാം. നല്ല രസമാണ്. അത് എനിക്ക് ആ മോർണിംഗ് വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൈസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയില്ലാത്ത കുക്കറിനകത്തോട്ട് അടുപ്പിൽ വെച്ചു. ഫുൾ ഫ്ലെയിം 6 വിസിൽ. റൈസ് വേണ്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുവറുക്കുന്ന സാധനങ്ങളുണ്ടാക്കാം. ഉള്ളി റൈസ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നല്ലൊരു കൺസിസ്റ്റൻസ് വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല വാരി തല്ലി പോകുന്ന വെച്ചാൽ അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, കുറച്ച് മുളക്. അപ്പം റൈസായി തൈര് കുറച്ച് കൂടുതലുണ്ട്. റൈസ് തൈര് കുറച്ച് ഒഴിച്ചത്. സോ നമുക്കപ്പോൾ കടുക് വെക്കാം. കടുക് വെക്കാനായിട്ട് എണ്ണ ഒഴിക്കുക. വരുമ്പോഴത്തേക്കും കടുക് കടുകൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നല്ല ഉള്ളിയായിരുന്നു ചെറുതായിട്ട് അരിയാ എന്നിട്ട് തരാം. കടുക്, ഉഴുന്ന്, ഉള്ളി, പച്ചമുളക്, പിന്നെ ഉള്ളി ഒന്ന് മുറിച്ച് കരിവേപ്പില ഇടാം. ഉള്ളി ചെറുതായിട്ട് മുറിച്ച് കരിവേപ്പില ഇടാം. നമുക്ക് പൈസ അത് റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്ക് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഇന്നലെ വാഴ 2 കാണാൻ പോയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ടൈം ആണ്. അപ്പൊ വാഴ 2 കണ്ടിട്ട് ഒരാൾ കരച്ചിലായിരുന്നു, അടുത്ത ആൾ കരച്ചിലായിരുന്നു. സിസ്റ്റർ ലവ് കണ്ടപ്പോഴേ കരഞ്ഞു പോയി എന്നാ പറയുന്നത്. ചുമ്മാ പറയുന്നത്. എനിക്ക് അവർ കരഞ്ഞോണ്ട് വിഷമമായോ? എങ്ങനെയുണ്ടായിരുന്നു വാഴ 2? കൊള്ളാം. അപ്പൊ നമ്മുടെ കേർഡ് റൈസിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ അതിന്റെ ഈ വീഡിയോ അതിന്റെ എനിക്ക് എങ്ങനെ പറയണം, തുടങ്ങണം, അവസാനിക്കണം എന്നൊന്നും അറിയത്തില്ല. അപ്പം ബൈ ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം, അടുത്തൊരു ഡാൻസ് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം, സെമി ക്ലാസിക്കൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെമി ക്ലാസിക്കൽ സോങ് പറയുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ ഒരു സോങ് എടുത്ത് ഡാൻസ് ചെയ്തിട്ടായിരിക്കും. സെമി ക്ലാസിക്കൽ മലയാളം സോങ്സ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.